ഹലോ ഗായ്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ ഇന്നൊരു ഡേ വ്ളോഗ് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ ഇനി മുതൽ ഡെയിലി വ്ളോഗ് അപ്ലോഡ് ചെയ്യണം എന്ന് കരുതുന്നുണ്ട് കേട്ടോ. അപ്പോൾ മോർണിംഗ് എഴുന്നേറ്റ് വന്നതാ. എൻ്റെ കൂടെ തന്നെ അയിനു ബേബി എഴുന്നേറ്റിട്ടുണ്ട്. അസിമോൾ മദ്രസയിലേക്ക് ഓൾറെഡി പോയിട്ടുണ്ട് കേട്ടോ. ആൾ പോയതിന് ശേഷമാണ് ഞാൻ വീഡിയോ ഷൂട്ടാക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇന്നലെ വ്ളോഗ് കണ്ടവർക്കറിയാം, ഇന്നലെ നമുക്ക് ഇഡ്ഡലി ആയിരുന്നു. ആ സെയിം ബാറ്റിൽ തന്നെയാണ് കേട്ടോ ഇന്ന് ഞാൻ ദോശ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെയാണ് നമ്മൾ മാവ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ദിവസം ദോശക്കും ഒരു ദിവസം ഇഡ്ഡലിക്കും വേണ്ടിയിട്ട് ഒന്നിച്ചിട്ട് തയ്യാറാക്കൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ദോശ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് തന്നെ ഞാനിതാ ചോറിനും കൂടെ ഉള്ള വെള്ളം സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അതാവുമ്പോൾ നമ്മൾ ലഞ്ചിൻ്റെ പരിപാടി പെട്ടെന്ന് കഴിയും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എനിക്കിപ്പോൾ ബേബീസ് ഉണ്ടെങ്കിലും കൂടിയിട്ട് ഞാൻ എങ്ങനെയാണ് നമ്മളെ വീട്ടിലെ പണിയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീർക്കുന്നതെന്നും പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോകുന്നല്ലോ. അപ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ അയിനു ബേബി എണീറ്റ് പാടുതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര തിരക്കിലാണ്. ആൾ കഴിക്കൊന്നുമില്ല, നമ്മളിങ്ങനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം എന്നാലേ കഴിക്കുള്ളൂ. പക്ഷെ ആ എഴുന്നേറ്റ് വന്ന പാടിനെ അവർക്ക് ഫുഡ് കിട്ടണം കേട്ടോ. അപ്പോൾ അയിനു ബേബി ഇന്നലെ നേരത്തെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ നേരത്തെ എഴുന്നേറ്റും ചെയ്തിട്ടുണ്ട്. അന്നു ബേബി എനിക്ക് അസിമോളെ കുറച്ച് വർക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചെയ്യാൻ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എൻ്റെ കൂടാണ് കിടന്നുറങ്ങിയത്. അപ്പോൾ ആൾ നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ഇതാ നമ്മൾ തണുപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ ഈ തീയൊക്കെ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ കത്തി റെഡിയായി വരുന്നേ ഉള്ളൂ. അതിനിടയിൽ നമ്മളെ ദോശൻ്റെ പരിപാടി നടക്കുന്നുണ്ട്. ഈ ഒരു സംഭവം ആകുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ അത് നമുക്ക് സ്പോട്ടിലാണ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതായത് കഴിക്കാൻ ആൾ വന്നതിന് ശേഷം ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണ് ഈ ഒരു സംഭവത്തിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ അല്ലേ. അപ്പം ഞാനിങ്ങനെ ഓരോരുത്തർ വരുന്നതിനനുസരിച്ച് അതിനനുസരിച്ച് ഇങ്ങനെ ഉണ്ടാക്കാറാട്ടോ ചെയ്യുക. അപ്പം ഉണ്ടാക്കുക വെച്ചാൽ ഉമ്മാക്ക് നോമ്പാണ്. അപ്പോൾ ഉപ്പയും ഞാനും പിന്നെ മക്കളുമാണ് ഉള്ളത്. അപ്പോൾ അസിമോൾക്ക് ഞാൻ പോകുമ്പോൾ തന്നെ ഉണ്ടാക്കിയിട്ട് ആൾക്ക് കൊടുത്തു വിട്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ അന്നു ബേബി എഴുന്നേറ്റ്. അപ്പോൾ ആൾ എഴുന്നേറ്റ് വന്നപ്പോൾ ആൾക്കുള്ളതും ഞാൻ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അന്നു ബേബീൻ്റെ കാലിലും ഫേസിലൊക്കെ ഇന്നലെ അസിമോൾക്ക് കുറച്ച് വർക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് കളർ വെച്ചിട്ട് ആൾ മൊത്തത്തിൽ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴുകി കളയാൻ നോക്കിയിട്ട് അതങ്ങനെ പോകുന്നില്ല കേട്ടോ, കുറച്ച് ഇനിയും പോകാനുണ്ട്. അപ്പോൾ ഏതായാലും ഇതാ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ നമ്മൾ ലഞ്ചിനുള്ള പരിപാടി നോക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു പഴം വെച്ചിട്ട് വാഴക്കപ്പഴം വെച്ചിട്ട് കറി റെഡിയാക്കാമെന്നാണ് കേട്ടോ കരുതുന്നത്. അപ്പം ഫിഷൊക്കെ ഇനി കിട്ടുമ്പോഴത്തേക്കും സമയം ലേറ്റ് ആവും. അപ്പോൾ ആ സമയം ആകുമ്പോഴത്തേന് കറി സെറ്റായി ഉണ്ടെങ്കിൽ ആ ഫിഷ് ഇനി നമുക്ക് വേണമെങ്കിൽ വറുത്ത് എടുക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യാമല്ലോ. അപ്പോൾ ഞാനിതാ ഇത് വെച്ചിട്ട് കറി സെറ്റാക്കാമെന്ന് കരുതിയിട്ട്. അപ്പം ഞാനിപ്പോൾ സമയം ഏകദേശം ഒരു 8:30 ഒക്കെ ആണ് കേട്ടോ ആയിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ തണുപ്പായതുകൊണ്ട് തന്നെ പെട്ടെന്ന് പണിയൊക്കെ കഴിഞ്ഞിട്ട് ഉള്ളിൽ കയറിയാൽ നമുക്ക് കുറച്ച് സമയം റെസ്റ്റ് എടുക്കാം. പിന്നെ വീഡിയോ എഡിറ്റിങ്ങും പിന്നെ നമ്മളെ മക്കളെ കൂടെ ഇപ്പം നമുക്ക് ആരെങ്കിലുമൊക്കെ വേണം കേട്ടോ. അവരെന്ത് ചെയ്യുകയാണെങ്കിലും അവരെ കൂടെ തന്നെ നമ്മൾ നിൽക്കണം. അപ്പം അവിടെ ബാക്കിൽ നല്ല അടിയും പിടിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അയിനു ബേബി ആണല്ലോ ആദ്യം ആ ചെയറിലിരുന്നിട്ട് ചായ കുടിച്ചിട്ടുണ്ടായത്. അപ്പോൾ ആൾ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആൾ ഇറങ്ങിപ്പോയതിന് ശേഷമാണ് അന്നു ബേബി എഴുന്നേറ്റ് വന്നത്. അപ്പോൾ ആൾ അതിലിരുത്തിയത് അയിനു ബേബിക്ക് പറ്റിയിട്ടില്ല കേട്ടോ. അതിനുള്ള അടിയും പിടിയൊക്കെ ആണ് കേട്ടോ അവിടെ. അപ്പോൾ ഞാനത് മൈൻഡാക്കാണ്ട് അങ്ങനെ നിൽക്കണം. മൈൻഡാക്കി കഴിഞ്ഞാൽ അത് എനിക്കിപ്പോൾ രണ്ടാളെ ഭാഗത്തും നിൽക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ മൈൻഡാക്കി കഴിഞ്ഞാൽ പിന്നെ എന്നെ വിടൂല, അവർ എൻഗേജ്ഡാക്കി നിർത്തും കേട്ടോ. അപ്പോൾ പിന്നെ ഞാനത് മൈൻഡ് കൊടുക്കാതെ അങ്ങനെ പോവാട്ടെ ചെയ്യുക. എപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ടുള്ള അടിപിടിയൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഒന്ന് അതിൽ ഇടപെടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഞാനത് നെവർ മൈൻഡാക്കി അങ്ങനെ വിടും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു പഴം എന്ന് പറഞ്ഞാൽ ചെറിയ കുഞ്ഞു പഴമാണ് കേട്ടോ. ഇത് നമ്മൾ മഴക്കായ കാരണം പാടത്തുനിന്ന് എന്തോ വീണിട്ട് കിട്ടിയതോ അങ്ങനെ എന്തോ ആണ് ഇപ്പോൾ കൊണ്ടുവന്നായിരുന്നു കേട്ടോ. അപ്പോൾ അത് അത്ര അധികം അങ്ങോട്ട് വലിപ്പൊന്നും ആയിട്ടില്ല. പക്ഷെ കഴിക്കാൻ വേണ്ടിയിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് വെച്ചിട്ട് നമ്മൾ താളിപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഞാനത് വെച്ചിട്ട് തേങ്ങ വെച്ചിട്ടുള്ള ഒരു കറി റെഡിയാക്കി എടുക്കാനാണ് കേട്ടോ പ്ലാന്.
അത് കട്ടാക്കിയതിന് ശേഷം ഞാനിതാ ഇതുപോലെ ഒരു നീളത്തിലുള്ള പീസസാണ് കേട്ടോ ആക്കിയിട്ടുള്ളത്, നമ്മൾ സാമ്പാറിലേക്കൊക്കെ കട്ട് ചെയ്യുന്ന പോലെ. പിന്നെ അതിലേക്ക് കുറച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട്, അതിൻ്റെ ആ ഒരു കറയും കാര്യങ്ങളൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം ഇതാ ഞാൻ അസിമോൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള പാത്രങ്ങളും വാട്ടർ ബോട്ടിലും പിന്നെ സ്നാക്സ് ആയിട്ട് ഇന്നിപ്പോൾ ഞാൻ കൊടുത്തയക്കുന്നത് പഴമാണ് കേട്ടോ. ആൾക്ക് ശരിക്കും പറഞ്ഞാൽ സ്നാക്സിൻ്റെ ആവശ്യമൊന്നുമില്ല, കാരണം ഞാൻ മദ്രസയിൽ പോകുമ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കൊടുക്കുക. പിന്നെ വന്നു കഴിഞ്ഞാൽ കൂടുതലും ഞാൻ കഞ്ഞിയോ അങ്ങനെ കഞ്ഞിയൊക്കെ ആകുമ്പോൾ അവർക്ക് അത്യാവശ്യം വയറ് ഫില്ലായി നിൽക്കുമല്ലോ, അതോ അല്ലാന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് ഞാൻ ആ സമയത്തും കൊടുക്കാൻ നോക്കട്ടെ. പിന്നെ ബേക്കറി ഐറ്റംസ് അങ്ങനത്തെ ഒന്നും ഞാൻ കൊടുക്കാറില്ല. പിന്നെ ഇപ്പം സ്നാക്സൊക്കെ ഇനിയിപ്പോൾ വേറെ കുട്ടികളൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ ആൾക്കിപ്പോൾ അത് കഴിക്കാൻ ഇനി ഇല്ലാണ്ടായിട്ട് അതൊരു സീൻ വേണ്ടല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ പഴം വെച്ച് കൊടുക്കുന്നത്. അതാകുമ്പോൾ പഴമൊക്കെ കട്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആൾ കഴിക്കൂട്ടോ. അത് നമ്മൾ അയച്ചയിൽ വെച്ച് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അത് കളയാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് തന്നെ തിരിച്ചു കൊണ്ടുവരും. അപ്പോൾ പിന്നെ ഞാൻ പഴം കട്ടാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചിലപ്പം അത് വേണ്ടാന്ന് തന്നെ പറയട്ടോ ചോദിച്ചാൽ. അപ്പോൾ ഏതായാലും പിന്നെ ആൾക്ക് എന്തെങ്കിലുമൊക്കെ സൈഡായിട്ട് ചോറിലേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കൂട്ടാനും വേണം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ മുട്ട റോസ്റ്റ് ആക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ആൾക്ക് എന്ത് കൊടുത്താലും ഇഷ്ടമാവില്ല കേട്ടോ, ചിലതൊന്നും ആൾ കഴിക്കൂല, അതേപോലെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരും. പിന്നെ ഞാൻ അവളറിയാണ്ട് ഇവിടുന്ന് വീട്ടിൽ നിന്ന് ചോറ് കൊടുക്കുമ്പോൾ അതിലങ്ങനെ കൊടുക്കട്ടെ ചെയ്യുക. ചില ദിവസങ്ങളിലൊന്നും ആ ഒരു പാത്രം തന്നെ ഓപ്പൺ ആക്കൂലേ. എന്നാലും ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് സ്ഥിരം കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് നോക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് ഞാൻ ഇന്നലെ രാത്രി 1 മണി വരെ വെച്ചിട്ട് ചെയ്തിട്ടുള്ള സംഭവം. ഇത് എഗ്ഗിൻ്റെ ഷെല്ല് വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ സ്കൂളിലേക്ക് ടീച്ചർ കൊടുത്തയക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് അല്ലാത്ത സമയത്തൊക്കെ ചെയ്യാം, പക്ഷെ നമ്മുടെ ബേബീസിനായിട്ട് കളറും ഇങ്ങനത്തെ ഈ ഗമ്മും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ എന്നെക്കാളും ആവശ്യം അവർക്കായിരിക്കും. അപ്പോൾ ഞാൻ അവർ ഉറങ്ങിക്കോട്ടെ വെച്ചിട്ട് ഇരുന്നതാണ് കേട്ടോ. അവരെ ഉറക്കിയിട്ട് ചെയ്യാമെന്ന് വെച്ചപ്പോൾ അന്നു ബേബി ഉറങ്ങിയതേ ഇല്ല. അപ്പം ഞാൻ അന്നു ബേബി പിന്നെ കൂടെ തന്നെ ഉണ്ടായിനി, അസിമോളും അന്നു ബേബി ഉറങ്ങിയിട്ടോ. ആ ഒരു സമയത്ത് ഇരുന്നിട്ട് ചെയ്തതാണ്. അപ്പം ഞാൻ ഇതിനിപ്പോൾ എഗ്ഗിൻ്റെ ഷെല്ലാണല്ലോ, അപ്പോൾ അത് ബാഗിൽ അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പൊട്ടിപ്പോകുമോ എന്ന് കരുതിയിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു ബോക്സിലൊക്കെ ആക്കിയിട്ടാണ് കേട്ടോ കൊടുത്തയച്ചിട്ടുണ്ടായത്. അപ്പോൾ അതാകുമ്പം സ്കൂളിൽ സേഫായിട്ട് എത്തിക്കോളല്ലോ. അപ്പം എങ്ങനെ ഉണ്ടാക്കിയത് എങ്ങനെയുണ്ട് എന്നുള്ളത് ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ സെറ്റാക്കി വെച്ചപ്പോഴത്തേക്ക് ഇതാ അസിമോൾ എത്തിയിട്ടുണ്ട്. ആൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു യുദ്ധമാണ് കേട്ടോ, പറഞ്ഞ ഒന്നും അനുസരിക്കൂല. അങ്ങനെയല്ല, നമ്മൾ കൊടുക്കുന്ന ഫുഡൊന്നും പറ്റൂല. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ യൂണിഫോമൊന്നും ആൾക്ക് സെറ്റായിട്ടില്ല, സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ കളർ ഡ്രസ്സാണ്. അപ്പോൾ നമ്മളിട്ട് കൊടുക്കുന്ന ഡ്രസ്സൊന്നും ചിലപ്പം ഇഷ്ടമാവില്ല. അപ്പം അതിനെ ചൊല്ലിയിട്ടായിരിക്കും കേട്ടോ ചിലപ്പം ബൈക്കുണ്ടാവുക. ഇപ്പോൾ അടി ഉണ്ടാവുന്നത് ഈ ഒരു ദോശയിലേക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള കറി ആൾക്ക് ഇഷ്ടമായിട്ടില്ല കേട്ടോ. അത് പറഞ്ഞിട്ടാണ് ഇപ്പോൾ കരച്ചിലായിട്ട്. പിന്നെ നമ്മളെ അയിനു ബേബിയും അന്നു ബേബിയൊക്കെ അസിമോൾ വന്നു കഴിഞ്ഞാൽ ഞാൻ അസിമോളായിട്ട് എൻഗേജ്ഡ് ആകുമ്പോൾ ആൾക്കാർക്കും പിടിക്കില്ല. അപ്പോൾ അതിനെ ചൊല്ലിയിട്ട് അവരും വയക്കാവും. അപ്പോൾ ആകെ മൊത്തത്തിൽ ആ ഒരു സമയത്ത് എന്താ പറയുക, ഫുൾ അറിവറി ആയിരിക്കും കേട്ടോ. ആൾക്ക് ചായയും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുത്തതിന് ശേഷം ആ സമയത്ത് തന്നെ ഞാൻ അവളെ ഹെയറൊക്കെ ഒന്ന് സെറ്റാക്കി കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ടൈം തീരെയായി കിട്ടില്ല, കാരണം അവൾ മദ്രസ ഇട്ട് വരുമ്പോൾ തന്നെ ഏകദേശം ഒരു 9:45 ഒക്കെ ആയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് വെക്കാൻ വിചാരിക്കുമ്പോഴത്തേന് സമയം ഒരുപാടാവും. അപ്പോൾ ഇത് ആൾ സെറ്റായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പയാണ് അവളാക്കി കൊടുക്കാറുള്ളത്. അപ്പോൾ ആൾ പോയി കഴിഞ്ഞാൽ തന്നെ എൻ്റെ പകുതി ജോലി അവിടെ തീർന്നു കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചോറിനുള്ള അരിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ പോയി ഞാൻ വന്നപ്പോഴത്തേക്കും അതൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഏകദേശം സമയം ഒരു 10 o'clock ആയിട്ടുണ്ട്. ആ ഒരു സമയത്തേന് നമ്മൾ ചോറൊക്കെ സെറ്റായി. പിന്നെ ഞാനിത് ആ അടുപ്പിൽ തന്നെ കറിക്കുള്ളതും കൂടെ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പച്ചക്കായൊക്കെ നേരത്തെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് കുറച്ച് പരിപ്പും പിന്നെ തക്കാളിയും അതേപോലെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് അതൊന്ന് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ കുക്കായിക്കോളും. അപ്പോൾ ആ സമയത്ത് ഞാൻ ക്ലീനിങ് പരിപാടിയും അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കൽ കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മളെ ഓൾമോസ്റ്റ് പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ വാഷ് ചെയ്യാനുള്ള ഡ്രസ്സസൊക്കെ ഞാൻ മെഷീനിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിനിടയിൽ നമ്മളെ ബേബീസിന് ഫുഡ് കൊടുക്കൽ കാര്യങ്ങളൊക്കെ നടന്ന് പോകുന്നുണ്ട് കേട്ടോ. അതൊന്നും ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല.
ഹോൾ ഒരുവിധം സെറ്റാക്കി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ കിച്ചണിൽ പോയത്. പക്ഷേ വന്നപ്പോഴത്തേക്കും വീണ്ടും ടോയ്സൊക്കെ വലിച്ച് വാരിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ വീഡിയോ ഷൂട്ടാക്കുന്നത് അനുബേബി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളൊരു നോട്ടം കണ്ടില്ലേ, പേടിച്ചിട്ടുള്ള ആ ഒരു നോട്ടം കേട്ടോ. ഞാൻ ചീത്ത പറയുമോ നോക്കിയിട്ടിരിക്കുകയാണ്. അതിന് ശേഷം വന്നിട്ട് ഞാൻ ബെഡ്റൂമൊക്കെ ഒന്ന് നീറ്റാക്കി ഇടുന്നുണ്ട്. ഞാൻ എഴുന്നേറ്റ് വരുന്ന സമയത്ത് നമ്മൾ ബേബീസ് ഉറങ്ങായിരിക്കും. അപ്പോൾ ആ സമയത്ത് എനിക്കിതൊന്നും ചെയ്യാൻ പറ്റാറില്ല കേട്ടോ. അപ്പം ഞാൻ അതിന് ശേഷം വന്നിട്ടാണ് ഇതൊക്കെ ക്ലിയർ ആക്കി ഇടുക. പിന്നെ ഇപ്പോൾ തണുപ്പായതുകൊണ്ട് തന്നെ ഞാൻ ഡെയിലി തുടക്കും. പക്ഷേ ആ ഒരു നല്ല വെള്ളം കൂട്ടിയിട്ടൊന്നും തുടക്കാറില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുക ചെയ്യുക. പിന്നെ നമ്മൾ ആ ഒരു സമയമായപ്പോഴത്തേന് നമ്മളെ കറി ഏകദേശം സെറ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിലേക്ക് തേങ്ങയുടെ അരപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളെ കറിയുടെ പരിപാടി ഇവിടെ ഏകദേശം സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പം എനിക്ക് ഇങ്ങനെ പച്ചക്കറികളൊക്കെ വെക്കുകയെന്നുണ്ടെങ്കിൽ തേങ്ങ അരച്ചിട്ട് വെക്കുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കേട്ടോ. ആ ഒരു സമയപ്പോഴത്തേക്ക് ഉപ്പ മീനായിട്ട് വന്നിട്ടുണ്ട്. ഇത് എന്ത് മീനാണെന്ന് പേരൊന്നും എനിക്ക് പറയാനറിയില്ല കേട്ടോ. പിന്നെ ഇത് മുറിക്കാനും എനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ ഇങ്ങനെയൊക്കെ നോക്കിയിട്ടൊക്കെ മുറിച്ചിട്ടോ. പിന്നെ ഉമ്മാക്ക് നോമ്പായതുകൊണ്ട് ഞാൻ ഈ ഒരു പരിപാടിക്കൊന്നും ഉമ്മാനെ ഞാൻ അങ്ങനെ വെക്കാറില്ല കേട്ടോ. ഞാൻ തന്നെ ചെയ്യാനാണ് മാക്സിമം നോക്കാറുള്ളത്. അപ്പോൾ ഏതായാലും നമ്മളെ മീനൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കറി ആദ്യം തന്നെ സെറ്റായിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി ഞാൻ വിചാരിച്ചു ഈ മീൻ നമുക്ക് വറുത്തെടുക്കാമെന്ന്. അപ്പം അതൊന്ന് മാഗ്നേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കഴിക്കാൻ നേരത്തെ ഉണ്ടാക്കല്ലേ നല്ലത് വെച്ചിട്ട്. പിന്നെ ഞാൻ വീഡിയോസൊന്നും ഷൂട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേനു കേട്ടോ. പിന്നെ ഫ്രഷ് ആവിലെ പരിപാടികളൊക്കെ കഴിഞ്ഞു. പിന്നെ കുറച്ച് സമയം അങ്ങനെ ബേബീസിനെയും കൊണ്ടിട്ടിരുന്നു. പിന്നെ അവർക്ക് സ്നാക്സ് ആയിട്ട് ഞാൻ എഗ്ഗ് പുഴുങ്ങിയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഷൂട്ടാക്കിയിട്ടുണ്ടായില്ല. ഇനിയിപ്പോൾ അവർക്ക് ലഞ്ച് കൊടുത്തിട്ട് അവരെ ഞാൻ ഉറക്കും. അപ്പോൾ ലഞ്ചിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു കറിയും പിന്നെ അവരെ റൈസൊന്ന് ഞാൻ നെയ്യിലും പിന്നെ അതേപോലെ എഗ്ഗൊക്കെ ഇട്ടിട്ട് ഒന്ന് സ്ലോട്ട് ചെയ്തെടുക്കാറുണ്ട് കേട്ടോ. അത് എല്ലാ ദിവസവും അതന്നെയല്ല, ചില ദിവസങ്ങളിൽ ഇങ്ങനെ ഓരോന്നോരോന്നാക്കിയിട്ട് മാറ്റിയിട്ട് അങ്ങനെ കൊടുക്കട്ടെ ചെയ്യാം. അപ്പം പിന്നെ വൈറ്റ് കേർഡ് ഉണ്ടല്ലോ, അതും കൂടി ആഡ് ആക്കാറുണ്ട്. അത് കേർഡ് ഞാൻ കൂടുതലും എല്ലാ ഡേയ്സും കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കലുണ്ട് കേട്ടോ. അപ്പം ഇത് വലിയൊരു പരിപാടിയാണ് കേട്ടോ. ഇത് ഈ ഫസ്റ്റ് കഴിക്കണമെന്ന് നോക്കണ്ട, കുറച്ച് കഴിഞ്ഞാൽ ആൾക്കാർ നിർബന്ധിച്ച് ഞാൻ അങ്ങനെ പലതും പറഞ്ഞിട്ട് കൊടുക്കണം കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് അസിമോൾ എത്തിയിട്ടുണ്ട്. തുള്ളിച്ചാടി പോകുന്നത് എങ്ങോട്ടാണെന്നല്ലേ, സൂപ്പർ മാർക്കറ്റിലേക്കാണ് കേട്ടോ. ആൾ സ്കൂൾ വിട്ട് വന്നപ്പം ഭയങ്കര കരച്ചിലായിരുന്നു, ബിസ്ക്കറ്റ് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ബിസ്ക്കറ്റ് വീട്ടിൽ വാങ്ങി വെച്ചതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാനിപ്പോൾ ഇത് അങ്ങനെ അങ്ങോട്ട് കൊണ്ടുവരാറില്ല. കാരണം അത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബേബീസൊക്കെ കഴിക്കും. അപ്പോൾ അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് കഴിക്കാനൊക്കെ ഭയങ്കര മടിയാണ്. അപ്പോൾ ഏതായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കൂടെ കൂടണം. അപ്പോൾ എന്തായാലും ആ ഒരു ലൈക്ക് ബട്ടണും കൂടെ പ്രസ് ചെയ്യാൻ മറക്കാതെ പ്രസ് ചെയ്യണം കേട്ടോ. നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിലാണ് നമ്മളെ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് യൂട്യൂബ് എത്തിക്കൊള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിനെ കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ, ടാറ്റാ.